എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ആൾക്കാരുടെ കപ്പലായിരിക്കും കാണിക്കുക. അതില് ഉസോപ്പും ഫ്രാങ്കിയും അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ തീർന്നു പോയ ബാരലുകളിലെല്ലാം തന്നെ കോള ഫില്ല് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് സാഞ്ചി അവനാണെങ്കിൽ ആ കപ്പലിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഉടനെ സോറോ ആണെങ്കിൽ ഇപ്പൊ കപ്പൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങും. അത് കണ്ട് ഉസോപ്പും ഫ്രാങ്കിയും അവർ ടെൻഷനായിട്ട് ചോദിക്കും, സോറോ നീ എവിടേക്ക് പോവാണ്? അതിനവൻ പറയും, എനിക്കിവിടെ ഇരുന്നിട്ട് ബോറടിക്കുന്നു, ഞാൻ എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് നടക്കും. അത് കേട്ട് ഉസോപ്പിനാണെങ്കിൽ ടെൻഷനാവും. കാരണം ഓൾറെഡി സോറോയ്ക്ക് എപ്പോഴും തന്നെ വഴി തെറ്റുന്ന ആളാണ്. സോ ഇങ്ങനെ ഒരു ഐലാൻഡിലൂടെ അവൻ കടന്നു പോവാണെങ്കിൽ വഴി തെറ്റാനുള്ള സാധ്യത അത് കൂടുതലാണെന്ന് ഉസോപ്പ് സോറോയോട് പറയും. അതിന് സോറ അവൻ പറയും, നിങ്ങൾ എന്താ കരുതിയേ ഞാൻ വെറും ഒരു പൊട്ടനാണെന്നോ? ഇവിടെയുള്ള എല്ലാ മരങ്ങളിലും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അഥവാ എനിക്ക് വഴി തെറ്റിയാലും ഈ നമ്പർ നോക്കി ഞാൻ തിരികെ എത്തുന്നു പറഞ്ഞ് സോറോ ആണെങ്കിൽ ആ കപ്പലിന്റെ അടുത്തുള്ള മരത്തിലെ നമ്പർ നോക്കും. അവൻ നോക്കുന്ന കറക്റ്റ് സമയം 41 എന്ന് നമ്പറുള്ള മരത്തിന്റെ തൊട്ടു മുൻപില് ഒരു ബബിള് വന്ന് ഇപ്പൊ 4 കവർ ചെയ്യും. സോ നമ്മുടെ പാവം സോറ അവൻ കാണുക 1 എന്നുള്ള നമ്പർ മാത്രമായിരിക്കും. അവൻ 1-ാം നമ്പർ മരത്തിലേക്ക് തിരികെ എത്തിയാൽ മതിയെന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഇപ്പൊ കാട്ടിലൂടെ മുൻപോട്ട് പോകും. കട്ട് ചെയ്താ ഇവിടെ ഹാൻചിയാണ് ടീം. ഹാൻചി ആണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അവരുടെ പേര് സെലസ്റ്റിയൽ ഡ്രാഗൺസ് എന്നാണ്. അവര് മുഖത്ത് ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടായിരിക്കും വരിക. അവരുടെ 7 അയലത്തൂടെ പോലും ആരും പോവാറില്ല. സോ അവരെന്ത് ചെയ്താലും നിങ്ങളതിൽ പ്രതികരിക്കില്ല എന്ന് എനിക്കൊരു വാക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് ഹാച്ചി ഇപ്പോ അവരെയും കൂട്ടി മുൻപോട്ട് നടക്കുകയാണ്. വേൾഡിലേക്ക് പോകുന്ന എല്ലാവരും ഇവിടെയാണ് വന്ന് ഗ്യാദർ ആവുക. നിങ്ങളുടെ അത്രയും ഫേമസ് ആയ പൈററ്റ്സ് ഒന്നും അല്ലെങ്കിലും ഇവിടെയും ഒരുപാട് പൈററ്റ്സ് ഒക്കെ ചുമ്മാ തേരാപ്പാരൊക്കെ നടക്കുന്നുണ്ട്. മറൈൻ ആൾക്കാര്, ബൗണ്ടി ഹണ്ടേഴ്സ്, കിഡ്നാപ്പിംഗ് ടീംസ് എന്നിങ്ങനെ ഒരുപാട് പേര് ഇവിടെ അറിഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് യാതൊരു നിയമങ്ങളും ഇല്ല, ആർക്കും എന്തും ചെയ്യാം. അപ്പൊ ലൂഫി ആണെങ്കിൽ ഇപ്പൊ അവന്റെ തലയിൽ ഒരു ബാൻഡേഡ് കാണിക്കും. ഇതെന്തിനാ ഇങ്ങനെ ഒരു ബാൻഡേഡ്? അതിനവൻ പറയും, ഈ ഒരു സ്ഥലത്തേക്ക് മർമെയ്ഡിനും ഫിഷർമാനും ഒന്നും വരാനായിട്ട് പാടില്ല. അങ്ങനെ ഇവിടേക്ക് വന്ന അവർ ഓൺ ദ സ്പോട്ട് അവരെ പിടിച്ച് വിറ്റ് കളയും. സോ ഞാൻ ഒരു നോർമൽ മനുഷ്യനായിട്ട് ഇപ്പൊ അഭിനയിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ പ്ലാസ്റ്റർ ഒക്കെ ഒട്ടിച്ചിരിക്കുന്നത്. അവന്റെ സംസാരവും ലുക്കും ഭാവവും ഒക്കെ കണ്ട് ഇപ്പൊ എല്ലാവരും പൊട്ടിച്ചിരിക്കും. ലൂഫി ആണെങ്കിൽ അവൻ പറയുന്ന ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ അടുത്തുണ്ടായിരുന്ന വലിയൊരു ബബിള് അതിലേക്ക് തലയും കാലൊക്കെ അങ്ങനെ കയറ്റാൻ തുടങ്ങും. അവന്റെ ബോഡി മുഴുവൻ ആ ബബിളിലേക്ക് ആക്കി കഴിഞ്ഞു. ഉടനെ വേറൊരാള് വന്ന് ആ ബബിളിൽ കണക്ട് ചെയ്യാൻ ഒരു പെഡൽ കൊടുക്കും. അവൻ അതിൽ ചവിട്ടി ഇപ്പൊ ആ ബബിളിലൂടെ മുൻപോട്ട് പോവാണ്. ലൂഫിക്ക് ആ പെഡൽ സൈക്കിൾ കൊടുത്തത് ഒരു ഷോപ്പ് ഉടമയാണ്. അവനാണെങ്കിൽ ഇപ്പൊ അതുപോലുള്ള സൈക്കിളുകളെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ലൂഫിക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടാവും. ഉടനെ നമ്മുടെ ആൾക്കാര് 3 പെഡൽ സൈക്കിൾ വാങ്ങി അത് ബബിളിൽ കണക്ട് ചെയ്ത് ഓടിച്ചു പോവും. ഹാൻജി ആണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് ചോദിക്കും, നീ ആ മരത്തിന്റെ മുകളിലേക്ക് പോയപ്പോ ആ ബബിള് പൊട്ടിപ്പോയില്ലേ? സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചേ? അപ്പോഴായിരിക്കും ലൂഫി പറയാ, ഈ ഒരു ക്ലൈമറ്റ് അതിന് പുറത്തേക്ക് ഈ ബബിൾ പോയാ ഓൺ ദ സ്പോട്ട് അത് പൊട്ടിപ്പോവും. എനിക്കും അത് തന്നെയാണ് അവിടെ വെച്ച് സംഭവിച്ചത്. ലൂഫിക്കാണെങ്കിൽ ആ ഒരു ബൈക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. അവൻ പറയും, ഉറപ്പായിട്ടും ഞാനിതിൽ ഒന്ന് വാങ്ങും. അത് കേട്ട് നാമി ടെൻഷനാവും. ഓ മൈ ഗോഡ്, നീ ഇത്രയും വലിയ മണ്ടനാണോ? നിനക്കൊരു കാര്യം അറിയോ? ഈ ഒരു ബബിളിൽ മാത്രമേ ഇത് റൈഡ് ചെയ്യാൻ പറ്റൂ. ഈ ഒരു ഐലാൻഡിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇതുകൊണ്ട് യാതൊരു യൂസും ഇല്ല. സോ ഇത് വാങ്ങിക്കുന്നത് വേസ്റ്റ് ആണ്. ഉടനെ ലൂഫിയും ചോപ്പറും ആണെങ്കിൽ ആ ബൈക്ക് ചവിട്ടി കുറച്ച് മുൻപോട്ട് വരും. അപ്പൊ തൊട്ടടുത്തായി സ്നാക്സ് ഒക്കെ വെക്കുന്ന ഒരു ചെറിയ ഷോപ്പ്. അവൻ അവിടേക്ക് വന്ന് കയ്യിൽ കിട്ടിയ സ്നാക്സ് മുഴുവൻ എടുത്ത് കഴിച്ചു നോക്കുകയാണ്. കടക്കാരനാണെങ്കിൽ ഇപ്പൊ ആ കുക്കീസിനെ കുറിച്ച് വലിയ ഇൻട്രോ ഒക്കെ കൊടുക്കും. ഇത് ഗ്രാൻഡ് ലൈനിലെ നമ്പർ 1 കുക്കിയാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ചോപ്പറും ലൂഫിയും അവർ രണ്ടുപേരും അത് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും ആ കുക്കീസ് കഴിച്ചുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നാമിയ ടീം അവരാണെങ്കിൽ അടുത്തുള്ള ഒരു അടിപൊളി ഹോട്ടലൊക്കെ കണ്ട് അതിന്റെ ഭംഗി അത് ആസ്വദിച്ച് നിൽക്കും. ഉടനെ ചോപ്പർ ആണെങ്കിൽ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ നാമിയുടെ കണ്ണില് അതൊന്നും ആയിരിക്കില്ല പെടുക. അവളിപ്പോ ദൂരത്തായിട്ടൊരു ഷോപ്പിംഗ് മോള് കാണും. നാമി ആണെങ്കിൽ ഇപ്പൊ റോബിനെ പിടിച്ചു വലിച്ച് ആ ഷോപ്പിംഗ് മാളിലേക്ക് പോവും. അതേസമയം ലൂഫിയും ചോപ്പറും ഒരു കയ്യിൽ കിട്ടിയ സ്നാക്സ് ഒക്കെ വലിച്ചു വാരി ഒരു ബബിളിൽ തള്ളി അതും വലിച്ച് അവിടേക്ക് വരികയാണ്. അട്ടേതാ ഇവിടെ ഹച്ചിയും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പൊ ബൈക്ക് വെച്ച് റേസിംഗ് നടത്തുകയാണ്. അവർ വമ്പ സ്പീഡില് ഇപ്പൊ സൈക്കിൾ ചവിട്ടി പറന്നു പോവും. ഹച്ചി ആണെങ്കിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കും.
ലൂഫിയെ കാണാനുണ്ടാവില്ല. ലൂഫി, നീ എവിടെ പോയെന്ന് ചോദിച്ച് ഹച്ചി നിലവിളിക്കും. അപ്പൊ അവന്റെ തൊട്ടു മുകളിലായി ലൂഫി. അവ ഹച്ചിയെ കടത്തിവെട്ടി സൈക്കിള് ചവിട്ടി മുൻപോട്ട് പോവാണ്. ഇവിടെ ചോപ്പറാണെങ്കിൽ നിലവിളിക്കും, നിങ്ങൾക്ക് എന്താ പറ്റിയേ? രണ്ടുപേർക്കും ഭ്രാന്തായോ? കാരണം ബാക്കിയുള്ളവരെല്ലാവരും ഇവരുടെ റേസിംഗിൽ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയും മറിഞ്ഞും കഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഒരു റേസ് ഒക്കെ ചെയ്ത് ഇപ്പോ നമ്പർ 31 എന്നുള്ള ഒരു മരത്തിലേക്ക് വരികയാണ്. അവരവിടേക്ക് എത്തുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാര് ആരെയോ കണ്ട് പേടിച്ചു നിൽക്കുന്നതായിട്ട് ഇപ്പൊ കാണും. ഒരു ജയന്റ് മോൺസ്റ്ററിനെ പോലുള്ള ആള് അവരുടെ നടുവിലൂടെ അങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ ഒരു ചെറിയ പെൺകുട്ടി അവൾ ഓർക്കാതെ ഓടി വന്ന് ആ ജയന്റിന്റെ കാലിൽ തട്ടി താഴേക്ക് വീഴും. ജയന്റ് ഫുൾ കലിപ്പില് ഇപ്പൊ അവളെ നോക്കി നിലവിളിച്ച് കരയാൻ തുടങ്ങും. അവനാണെങ്കില് ഇപ്പൊ ആ പെൺകുട്ടിയെ കഴുത്തിന് പിടിച്ച് മുകളിലേക്ക് എടുക്കും. ഉടനെ അവളാണെങ്കില് പേടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങും. അത് കേട്ട് അവൻ പറയും, ആദ്യം നിങ്ങൾ ആരെങ്കിലും എന്റെ കഴുത്തിലെ ഈ ചെയിൻ അതൊന്ന് റിലീസ് ചെയ്താ എനിക്ക് വീട്ടിൽ പോണെന്ന് പറഞ്ഞ് അവൻ കിടന്ന് കരയാണ്. അങ്ങനെ നിലവിളിയും കൂട്ടക്കരച്ചിലൊക്കെ കേട്ടിട്ടായിരിക്കും ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവർ കറക്റ്റായി അവിടേക്ക് എത്തുക. നമ്മുടെ ആൾക്കാർ കാര്യമായിട്ട് അവിടെ എന്താ നടക്കണെന്ന് ശ്രദ്ധിക്കും. അപ്പൊ ആ ജയന്റ് മാൻ അവൻ വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. പ്ലീസ്, ദയവ് ചെയ്ത് ആരെങ്കിലും എന്റെ കഴുത്തിലുള്ള ഈ ഒരു ലോക്ക് അത് റിലീസ് ചെയ്തു തരാൻ പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. അവന്റെ കൈക്കുള്ളിൽ കിടന്ന് ആ പെൺകുട്ടി അവള് പെടയാണ്. അതിനാ പെൺകുട്ടിയാണെങ്കിൽ അവന്റെ കയ്യിൽ കിടന്ന് കെഞ്ചും, നിങ്ങൾ ആദ്യം എന്റെ കഴുത്തിൽ നിന്ന് കൈയെടുക്ക്. ഉടനെ അവനിപ്പോ അവളെ ദൂരേക്ക് വലിച്ചെറിയും. ലൂഫി ആ പ്രശ്നങ്ങളൊക്കെ കേട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ അവന്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പറയും, ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കും. ഒരു കാരണവശാലും ഇതിൽ തലയിടാനായിട്ട് പാടില്ല. അവനൊരു പൈററ്റ് ആയിരിക്കും. അവനെ കിഡ്നാപ്പേഴ്സ് പിടിച്ചോണ്ട് വന്ന് വിറ്റിട്ടുണ്ടാവും. അവന്റെ ഉടമയായിരിക്കും ഇപ്പൊ അവനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അവരത് പറയുമ്പോ തന്നെ ഇപ്പൊ ആ ഇരുമ്പ് റിങ്ങിൽ നിന്ന് ഒരു ബെൽ സൗണ്ട് കേൾക്കും. സ്റ്റാർ ഫിഷും മർമേഡ് പെണ്ണും അവർ രണ്ടുപേരും ഇപ്പൊ കണ്ണ് പൂട്ടി അടയ്ക്കും. ആ മോൺസ്റ്റർ അവൻ ടെൻഷനായി എങ്ങനെയെങ്കിലും അത് ഊരിക്കളയാൻ ശ്രമിക്കുമ്പോഴേക്കും അവന്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഇരുമ്പ് റാഡ് അതങ്ങനെ പൊട്ടിത്തെറിക്കാണ്. ഒരു സെക്കൻഡ് നമ്മുടെ ആൾക്കാർ അത് കണ്ട് ഫ്രീസായി. ചോര തുളുമ്പി ആ ഒരു മോൺസ്റ്റർ എനിക്ക് അവസാനമായിട്ട് ഒരിക്കലെങ്കിലും എന്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ബോധം കെട്ട് താഴേക്ക് വീഴും. അഞ്ചു പറയും അത് സംഭവിച്ചത് അവന്റെ കഴുത്തിലുള്ള ആ ഒരു ഇരുമ്പ് ലോക്കറ്റിൽ നിന്നാണ്. ഏതെങ്കിലും അടിമ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അവരുടെ കഴുത്തിലുള്ള ആ ഒരു ഇരുമ്പ് ലോക്കറ്റ് അത് പൊട്ടിത്തെറിക്കും. അങ്ങനെ അവന്റെ ചുറ്റും നിന്ന് ജനങ്ങള് അവർ പരസ്പരം പറയും, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് മാറിപ്പോകണം. ഇവൻ രക്ഷപ്പെട്ടു വന്ന പൈററ്റാണ്. സോ ഇവന്റെ അടുത്ത് നിന്ന നമുക്കും അപകടമാണ്. ബ്രൂക്കിനാണെങ്കിൽ ആ കാഴ്ച കണ്ട് അവനോട് സഹതാപം തോന്നും. മർമേഡ് പെണ്ണിനാണെങ്കിൽ അതൊക്കെ കണ്ട് പേടി കൂടും. അവള് പറയും, സെലസ്റ്റിയൽ ഗാർഡിയൻസ് ഒക്കെ ഇവിടെ തന്നെയാണുള്ളത്. സോ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് കടന്നു പോകണം. ഹാൻജി ആണെങ്കിൽ ലൂഫിയോട് ആ ബബിളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറയും. അവൻ പുറത്തിറങ്ങുമ്പോ ജനങ്ങൾക്കിടയിലൂടെ ഒരു നായ അതങ്ങനെ നടന്നു വരും. ജനങ്ങളാണെങ്കിൽ അതിനെ കണ്ട് തല താഴ്ത്തി കുമ്പിട്ട് നിൽക്കും. ഹാൻജി നമ്മുടെ ആൾക്കാരെല്ലാവരെയും അവർ തല കുനിച്ച് നിൽക്കുന്നത് പോലെ തന്നെ പിടിച്ചമർത്തി തല കുനിപ്പിച്ച് നിർത്തും. അപ്പ ആ പട്ടിക്ക് തൊട്ടു പിന്നിലായി വലിയ ചെയിനൊക്കെയായി കുറെ മോൺസ്റ്റേഴ്സ് പോലെ ആ സെലസ്റ്റിയൽ ഗാർഡിയൻസ് അവരങ്ങനെ സിമ്പിളായിട്ട് നടന്നു വരികയാണ്. അതിൽ തന്നെ മെയിൻ സെലസ്റ്റിയൽ ഗാർഡിയന്റെ മകള് അവളിപ്പോ ആ മരിച്ചു കിടക്കുന്ന പൈററ്റിന്റെ ബോഡിയിൽ ചവിട്ടി മെതിക്കും. ഇവൻ ഒട്ടും അനുസരണയില്ലായിരുന്നു. എപ്പോഴും ഇവന്റെ ഫാമിലിയെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇവന്റെ ജീവൻ നഷ്ടമായത്. സോ എത്രയും പെട്ടെന്ന് എനിക്ക് പുതിയൊരു അടിമയെ വേണം. അവൾ ഉടനെ ഒരു ഗണ്ണെടുത്ത് ആ മരിച്ചു കിടക്കുന്നവന്റെ ബോഡിയിൽ വീണ്ടും അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യാണ്. ലൂഫിക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അവൻ എടുത്തു ചാടി ഇപ്പൊ അവൾ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുന്നത് കാണുമ്പോൾ തന്നെ ഹച്ചി ആണെങ്കിൽ ലൂഫിയെ പിടിച്ച് വലിച്ചു വെക്കും. ദയവ് ചെയ്ത് നീ ഇതിൽ തലയിടരുത്, തലയിട്ടാ അത് വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞ് അവരെല്ലാം കൂട്ടി മറ്റൊരു ഭാഗത്തേക്ക് പോവും. നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഒരു കാഴ്ച കണ്ട് ഒരുപാട് സങ്കടമാണ്. കാരണം അവർക്ക് നോക്കി നിൽക്കാനല്ലാതെ അവനെ രക്ഷിക്കാനായില്ല. ചോപ്പറും ലൂഫിയും ഇപ്പൊ ഒരുപാട് ദേഷ്യത്തില് ആ സ്റ്റാർ ഫിഷിനോട് ചോദിക്കും, മറ്റുള്ളവരെ ഇങ്ങനെ കൊന്നു തള്ളാനുള്ള അവകാശം ഇവർക്ക് ആരാണ് കൊടുത്തത്? അതിന് സ്റ്റാർ ഫിഷ് പറയും, അവരാണ് വേൾഡ് ഗവൺമെന്റിന്റെ അതോറിറ്റി. വർഷങ്ങൾക്ക് മുൻപ് 20 പേർ ചേർന്നാണ് ഈ വേൾഡ് ഗവൺമെന്റ് അതോറിറ്റി സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ പവർ പിന്നീട് ജനങ്ങളും ഈ ലോകം എല്ലാവരും അംഗീകരിച്ചു. ആ ഒരു പവറാണ് തലമുറകൾ കൈമാറി ഇപ്പൊ ഇവർക്കും ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത മുകളിൽ കുറച്ചു പേര് അവർ ലൂഫിയുടെ വാണ്ടഡ് പോസ്റ്റർ കയ്യിലെടുത്ത് ലൂഫിയെ തന്നെ നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.